കേൾക്കാൻ കേൾക്കാൻ ആളുണ്ടോ? കേൾക്കാൻ ആളുണ്ടോ? അതായത് നമ്മൾ ഇപ്പം അവിയലുണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം വേണം? ഇതെല്ലാം ചേർന്നാലേ അവിയലാകത്തുള്ളൂ, അല്ലേ? ആളാകണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം വേണം? ഒരു വ്യക്തി സെക്സിന് മാത്രം സ്ഥാനം കൊടുക്കുന്നു. സെക്സിന് അമിത സ്ഥാനം കൊടുത്തപ്പോൾ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗത്ത് തുടർച്ചയില്ലാണ്ടായി. കാരണം ശരീരം സർവ്വതും ചേർന്നാണ് ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. ഇത് ലൈംഗികതക്ക് മാത്രം സ്ഥാനം കൊടുത്ത്. അപ്പം ലൈംഗികത എന്ന് പറയുന്നത് നിലനിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മതി. ശരീരത്തിൻ്റെ സമ്പൂർണ്ണ അവസ്ഥയ്ക്ക് അവിടെ പ്രാധാന്യമില്ല. കാരണം ലൈംഗികതക്ക് മാത്രം സ്ഥാനം കൊടുക്കുമ്പോൾ ശരീരം ഭക്ഷണം കഴിച്ചാലും നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും നമ്മുടെ ശരീരം പുഷ്ടി പിടിക്കത്തില്ല. കാരണം എന്താണ്? ലൈംഗികതക്ക് മാത്രമേ ആ വ്യക്തി സ്ഥാനം കൊടുക്കുന്നുള്ളൂ. കുറച്ച് ക്രമേണ ഈ വ്യക്തിയുടെ ശരീരം നശിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഞാൻ ബിസിനസ്സിന് മാത്രമേ സ്ഥാനം കൊടുക്കുന്നുള്ളൂ, ഞാൻ കാശുണ്ടാക്കാനാണ് സ്ഥാനം കൊടുക്കുന്നത്. അപ്പോൾ എന്തു പറ്റും? ശരീരത്തിൻ്റെ സമ്പൂർണ്ണത അവിടെയും തെറ്റും. ഞാൻ സമൂഹത്തിൽ മറ്റുള്ള ആൾക്കാരെ സ്വാധീനിക്കാൻ നടക്കുന്നു. അങ്ങനെയുള്ളവർക്കും ശരീരത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ സമഗ്രമായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഫലമെന്ന് പറയുന്നത് നമ്മുടെ തെളിച്ചമാണ്. തെളിച്ചത്തിലാണ് എന്നെ ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം തീർച്ചയായിട്ടും സമ്പൂർണ്ണമായിട്ട് സംഭവിക്കാൻ തുടങ്ങും. അപ്പം ഭാഗികമായിട്ട് മറ്റൊരാളെ, എൻ്റെ ഭാര്യനെ മാത്രം നോക്കണം, എൻ്റെ വീട് മാത്രം നോക്കണം, എൻ്റെ കുടുംബം മാത്രം നോക്കണം, എൻ്റെ ഭാര്യയും മക്കളെ മാത്രം നോക്കിയാൽ മതി എന്ന് പറയുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും പ്രശ്നങ്ങളുണ്ടാകും. എന്തെല്ലാം ചേർന്നാണ് ഒരു വ്യക്തി നിലനിൽക്കുന്നത് അതെല്ലാം അനുഭവത്തിൽ കൊണ്ടുവരണം. അങ്ങനെ അനുഭവത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളെ കൃത്യമായിട്ട് നിരന്തരം അനുഭവിക്കാൻ സാധിക്കുന്നതാണ് സ്വാതന്ത്ര്യം. നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, അതാണ് നമ്മളുടെ ദുരന്തം. എല്ലാ രോഗത്തിനും കാരണം നമുക്ക് നിരന്തരം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഏതൊരു വ്യക്തിയുടെയും പ്രശ്നം. അതാണ് ഒരു വ്യക്തി മാത്രം വിചാരിച്ചാൽ മറ്റുള്ളവരിൽ മാറ്റം വരുത്താൻ പറ്റത്തില്ല. മാറ്റം വരുത്താൻ നമ്മൾ ശ്രമിക്കുന്നത് തന്നെ നമ്മളിലുണ്ടാകുന്ന മാറ്റത്തെ കൃത്യമായിട്ട് അനുഭവിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ പ്രശ്നത്തിന് കാരണം നിങ്ങൾ ഒരു കാര്യത്തിന് മാത്രം സ്ഥാനം കൊടുക്കുന്നതാണ്. എല്ലാവരുമായിട്ട്, നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങൾ, നാട്ടുകാർ, എല്ലാ സംഭവവുമായിട്ട് നിങ്ങളുടെ പൊരുത്തം, സർവ്വ ആൾക്കാരുമായിട്ട് ഉള്ള പൊരുത്തം, ബന്ധം, ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളുമായിട്ടുള്ള ബന്ധം പെർഫെക്റ്റ് ആയിരിക്കണം. ഒന്നുമായിട്ട് ഒട്ടരുതും, ഒന്നുമായിട്ട് വികർഷിക്കുകയും ചെയ്യരുതും, ഒന്നിനോടും വെറുപ്പും ഉണ്ടാകരുതും, ഒന്നിനോടും അമിതമായിട്ടുള്ള ആസക്തിയും ഉണ്ടാകരുതും. അവിടെ ഉണ്ടാകേണ്ടത് എന്താണ്? സ്വാതന്ത്ര്യമാണ് ഉണ്ടാകേണ്ടത്. സർവ്വതിനെയും അതായിട്ട് അനുഭവിച്ച് പോവുകയാണ് വേണ്ടത്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളായിട്ട് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ആരിലും നമുക്ക് മാറ്റം വരുത്താൻ പറ്റത്തില്ല. മാറ്റം തന്നെയാണ് മാറ്റത്തിന് കാരണം. അപ്പം നമ്മളിലുണ്ടാകുന്ന മാറ്റം, ഇപ്പോൾ വിശപ്പുണ്ടാകുന്നു, ഒരു മാറ്റമാണ്. ആ വിശപ്പിനെ നമ്മൾ ഭക്ഷണം കഴിച്ച് അവിടെ നമ്മൾ സമാധാനത്തിലായി. ദാഹം വന്നു, വെള്ളം കുടിച്ച് അവിടെയും സമാധാനത്തിലായി. അങ്ങനെ ഓരോ ശ്വാസം എടുക്കുമ്പോഴും നമ്മളിൽ എപ്പോഴും സമാധാനം. ആ ശ്വാസമെന്ന് പറയുന്ന ആ തലത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ വളരെ തീവ്രമായിട്ടുള്ളൊരു മാറ്റത്തിലും നമ്മൾ ഉണരുകയാണ് ചെയ്യുന്നത്. ശ്വാസത്തേക്കാൾ തീവ്രമായിട്ടുള്ള മാറ്റമാണ് ശബ്ദം നമ്മളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ശബ്ദത്തിൻ്റെ ഭാഗത്തും നമുക്ക് സ്ഥിരത വേണമെന്നുണ്ടെങ്കിൽ ശ്വാസത്തിൻ്റെ ഭാഗത്ത് സ്ഥിരത ഉള്ളവന് മാത്രമേ ശബ്ദം എന്തെങ്കിലും കേട്ടാൽ അസ്വസ്ഥനാകാതെ ഇരിക്കാൻ പറ്റത്തുള്ളൂ.